ഇതുപോലെയാണ് ഇസ്രായേലിൽ ഇന്നലെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇസ്രായേലിൻ്റെ അത്യാധുനിക ഡിഫൻസ് സിസ്റ്റമായിട്ടുള്ള ആരോ 3 മൊത്തം 3 ആരോ 3 ഉള്ള അതിൽ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി കത്തിച്ചാമ്പലായി പോയതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഏതായാലും IDF പറഞ്ഞത് ഇറാൻ ഒന്നും ചെയ്തതല്ല, ഞങ്ങൾ തന്നെ ഇങ്ങനെ ഒരു ചെറിയ പരീക്ഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവം കയ്യിൽ നിന്ന് പണി പാളിപ്പോയതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു ന്യൂസ് പറയാനുള്ളത്, റഷ്യയുടെ സൈഡിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഏത് സമയം ഏത് നിമിഷവും അല്ലെങ്കിൽ ഏത് മണിക്കൂറിലും ഇറാനിലോട്ട് ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാവാം, എല്ലാവരും കരുതി ഇരുന്നോളൂ എന്നുള്ളൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു ന്യൂസ് പറയാനുള്ളത്, ഈ കാണുന്ന സാധനങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ ചൈനക്കാർ അമേരിക്കക്കാർക്ക് അങ്ങോട്ട് ചെന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഉപ്പൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളാണ്. അതായത് ഇട്ട ചെടി വരെ അവിടെ ഊരി വെച്ച് അല്ലെങ്കിൽ എയർപോർട്ടിലെ വേസ്റ്റ് ബിന്നിലോട്ട് ഇട്ടിട്ടാണ് അമേരിക്കക്കാർ ചൈനയിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ളത്. എന്തുകൊണ്ട് ഏതുകൊണ്ട് എന്നൊക്കെയുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കറിയാം, അതായത് ഇതൊരു എന്താ പറയുക, വെറുതെ ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്ന എഫക്റ്റിലാണ് ഈ ഒരു സ്ഫോടനം ഇന്നലെ ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ളത്. ഇസ്രായേൽ ഇന്നലെ പുലർച്ചെയാണ് ഈ ഒരു സ്ഫോടനം നടന്നിട്ടുള്ളത്. അതായത് സെൻട്രൽ ഇസ്രായേലിലെ ബേറ്റ് ഷെമേഷിലാണ് ഈ ഒരു വൻ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ആകാശത്ത് വലിയ തീഗോളമായിട്ട് കൂണാകൃതിയിലാണ് പുകപടലങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പൊതുവേ ഇങ്ങനെ ഈ കൂണാകൃതിയിൽ പോകാറുള്ളത് ഹൈ എൻഡ് ലെവലിൽ വരുന്ന മിസൈലുകൾ പൊട്ടുന്നതോ അതല്ലെങ്കിൽ ന്യൂക്ലിയർ ഏതെങ്കിലും വെപ്പൺസ് ഒക്കെ പൊട്ടുമ്പോഴാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ വിത്തൗട്ട് എനി അയൺ ഡോം സിസ്റ്റം ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ഈ ഒരു സ്ഫോടനം ഉണ്ടായി എന്നുള്ളത് അവിടുത്തെ ആളുകൾ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. ആൾക്കാർ ഇത് കണ്ട് ഞെട്ടിയ ഇറാൻ്റെ ആക്രമണമാണോ, ഞങ്ങൾ തീർന്നോ എന്നുള്ള പേടിയിലേക്ക് നിൽക്കുന്ന സമയത്ത് IDF പറഞ്ഞിട്ടുണ്ട് പേടിക്കാനുള്ളത് നമ്മൾ തന്നെ പൊട്ടിച്ചതാണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് ചീറ്റി പൊട്ടിപ്പോയതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇറാൻ്റെ ആക്രമണമാണോ എന്നുള്ള സുരക്ഷാ വീഴ്ചയോ അല്ല, ഇസ്രായേലിൻ്റെ പ്രതിരോധ സേന IDF പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിൻ്റെ ഇതൊരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മിസൈൽ പ്രൊപ്പൽഷൻ പരീക്ഷണമാണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള തോമർ കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതായത് തോമർ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോ 3, അതായത് ഇസ്രായേലിൻ്റെ അയൺ ഡോം സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരോ 3, അതായത് അവിടെ നിന്ന് കൊണ്ട് മിസൈലുകൾ വരുമ്പം ഈ സിസ്റ്റത്തിൽ നിന്ന് ആരോ 3 വലിയ വലിയ മിസൈലുകൾ പോയിട്ടാണ്, കോടിക്കണക്കിൽ വരുന്ന മിസൈലുകൾ പോയിട്ടാണ് ഇറാൻ്റെ ചെറിയ ചെറിയ മിസൈലുകളാണ് അവർ പറയപ്പെടുന്നത്, അല്ലെങ്കിൽ തകർക്കാൻ അങ്ങോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ചെറിയ ഡ്രോണുകളൊക്കെ വരുമ്പോൾ തകർക്കാൻ പോകുന്നത്. ഏതായാലും അങ്ങനെയുള്ളൊരു സിസ്റ്റം, ഏറ്റവും അത്യാധുനിക സിസ്റ്റമായിട്ടുള്ള ഇതിൻ്റെ ഒരു ബാറ്ററി സെഷൻ കംപ്ലീറ്റ്ലി കത്തി നശിച്ചു പോവുകയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. പുതിയ ഹീബ്രു മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഇതൊരു സാധാരണ പരീക്ഷണമല്ലെന്നും മറിച്ച് സോഡിയം പെർകോപ്പറേറ്റ് സൂക്ഷിച്ചിരുന്ന സംഭരണശാല അബദ്ധത്തിൽ ഒരു വൻ സ്ഫോടനമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പം ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ആരോ 3 മിസൈലുകളുടെ നാശനഷ്ടങ്ങൾ വലിയ തോതിൽ അവിടെ വന്നിട്ടുണ്ട്. അതായത് അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളുടെ ഇന്ധന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഘടകമാണ് ഈ സോഡിയം പെർകോപ്പറേറ്റ് എന്ന് പറഞ്ഞത്. ഈ സ്ഫോടനത്തിലൂടെ ഇസ്രായേലിൻ്റെ പക്കലുള്ള 2 ആരോ സിസ്റ്റം ആയിരുന്നു ഇസ്രായേലിൻ്റെ പക്കൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ മിസൈൽ ബാറ്ററി ശേഖരണങ്ങൾ ഒന്നിൽ കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ട് നശിച്ചതായിട്ടാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇത് വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു യുദ്ധം ഇനി വരുമ്പോൾ, അത് ഇന്നലെയാണ് അവരിങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇന്നലെ അതിലൊരു 8ൻ്റെ പണി ഇസ്രായേലിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് ഇനി വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചകൾക്ക് കാരണമാകും. എന്നാൽ ഇനി ഇത് റീബിൽഡ് ചെയ്ത് വരണമെങ്കിൽ ഇനി മിനിമം 3 to 4 years എടുക്കുമെന്നാണ് പറയുന്നത്, ഇങ്ങനെ ഒരു സിസ്റ്റം ഇനി റീബിൽഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ 2 ഒന്ന് ഓൾറെഡി പോയി. ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് വെച്ച് തന്നെ അതായത് ദൂരപരിധിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ വേണ്ടി ശേഷിയുള്ള ഇസ്രായേലിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രതിരോധ സംവിധാനമാണ് ആരോ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആരോ 3 ഇപ്പം ഒരു സെഷൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ ഈ യുദ്ധ സാഹചര്യം നിലനിൽക്കെ ഈ മിസൈൽ ശേഖരത്തിൻ്റെ വലിയൊരു ഭാഗം ഇസ്രായേലിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതൊരു തന്ത്രപ്രധാനമായിട്ടുള്ള തിരിച്ചടിയാണ്. ഇത് ഇനി ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണോ അതോ ഇനി ഇറാൻ്റെ വല്ല സ്പൈകളും ചെയ്തിട്ടുള്ള കാര്യമാണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരണം. അത് പുറത്തോട്ട് വിടാനുള്ള ചാൻസസ് വളരെ അധികം കുറവാണ്. ഏതായാലും അവിടുത്തെ ജനങ്ങളും ബാക്കിയുള്ള ഒരു IDFൻ്റെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക, നമ്മുടെ CIAൻ്റെ ഒരു മുതിർന്ന 2-3 ഉദ്യോഗസ്ഥർ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, ജനവാസ മേഖലയ്ക്ക് ഇത്രയും അടുത്ത ഒരു കേന്ദ്രത്തിൽ വെച്ച് ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തുമ്പോൾ ജനങ്ങൾക്ക് മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അത് കൊടുത്തിട്ടില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ പരീക്ഷണമല്ല, ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ്ലി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അടുത്ത് ജനവാസ കേന്ദ്രത്തിൻ്റെ അടുത്ത് ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾക്ക് മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തില്ല? അതിൻ്റെ അർത്ഥം ഇതൊരു പരീക്ഷണമായിരുന്നില്ല, മറിച്ച് വലിയൊരു അബദ്ധമാണ് എന്നാണ് ഇപ്പം ആളുകൾ പുറത്തോട്ട് പറയുന്നത്. ഏതായാലും ഇത് ഇറാനെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമായിട്ടും കൂടെ കാണണം. കാരണം ഇറാൻ്റെ മിസൈലുകളെ തകർക്കാനാണ് ഇത്രയും അത്യാധുനിക സിസ്റ്റം അവിടെ കൊണ്ടുവച്ചത്. അതാണ് ഇപ്പം ഇല്ലാണ്ടായത്. അതായത് റോക്കറ്റ് ഇന്ധന
ഇന്ധനം കത്തുമ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ സ്വാഭാവികമാണ് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സുതാര്യക്കുറവുള്ളത് കാരണം ഇസ്രായേൽ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രതിരോധ ആയുധങ്ങൾ അബദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്നാണ് ആഗോളതലത്തിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള ചർച്ചകൾ ഇതിനെപ്പറ്റി നടക്കുന്നത്. ഏതായാലും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ചെറിയൊരു പൊട്ടലല്ല പൊട്ടിയത്, ഒരു വലിയ പൊട്ടൽ തന്നെയാണ് പൊട്ടിയത്. ഇനി മറ്റൊരു ന്യൂസ് പറയാനുള്ളത്, വെസ്റ്റേൺ എക്സ്പേർട്ട് ബിലീവ് ദാറ്റ് ദ US ആൻഡ് ഇസ്രായേൽ ക്യാൻ റെസ്യൂം മിലിറ്ററി സ്ട്രൈക്ക് അഗെയിൻസ്റ്റ് ഇറാൻ ഇൻ കമ്മിങ് ഡേയ്സ്. അതായത് ഇത് റഷ്യയുടെ വക്താവാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എനി ടൈം, അതായത് എപ്പോഴെന്നില്ല, ദിവസങ്ങളെന്നൊന്നും പറയുന്നില്ല, ഏത് സമയം വേണമെങ്കിൽ മണിക്കൂറുകൾക്കകം അതല്ലെങ്കിൽ വിത്തിൻ ദിവസങ്ങൾക്കകം ഏത് സമയം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു അറ്റാക്ക് ഇറാനിലോട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇസ്രായേലിൽ നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത്രയും ദിവസങ്ങളായിട്ട് അമേരിക്കൻ ബേസുകളിൽ വേണ്ട പോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത്, അതായത് കംപ്ലീറ്റ് കത്തി നശിച്ചു പോയ സ്ഥലങ്ങളൊക്കെ വീണ്ടും റീബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ UAEയുടെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇറാൻ അടിച്ചു തീർക്കണം എന്നും പറഞ്ഞ് UAE മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് സൗദി അതുപോലെ തന്നെ ഖത്തർ ഇവരൊക്കെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് കുറേ UAEയിലുള്ള കുറേ ആളുകൾ എന്ന് പറഞ്ഞു ഇങ്ങനെയൊന്നുമില്ല, ഇവിടെ ഭയങ്കര സേഫാണ്, ഇവിടെ സെറ്റാണ്, ഇവിടെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ പൊളിച്ചോ, കുഴപ്പമില്ല, നല്ല കാര്യം. പക്ഷേ ഈ ഒരു ആക്രമണം ഇനി ഇറാൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇറാനിലോട്ട് ഒരു ആക്രമണം ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കൻ്റെയും സൈഡിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ 10 മിസൈൽ അവർ ടെല്ലവീവിലോട്ട് വിടുന്ന അതേ സമയത്ത് ഒരു 5 എണ്ണം മിനിമം UAEയിലോട്ട്, പ്രത്യേകിച്ച് അബുദാബി, ദുബായ് ഈ സ്ഥലങ്ങളിലോട്ട് വിടും. അത് ബേസുകൾ മാത്രമായിരിക്കില്ല ഇനി ഇറാൻ അടിക്കുക. കാരണം ഇറാനിലോട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കലും അമേരിക്കയും ഇസ്രായേലും ബേസുകളിലോട്ടോ അല്ലെങ്കിൽ സൈനിക താവളങ്ങളിലോട്ടോ ഒന്നുമല്ല അടിച്ചത്. അവരടിച്ചിട്ടുള്ള അവരുടെ ജനവാസ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ഇങ്ങനത്തെ സ്ഥലത്തോട്ടാണ് ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് കൂട്ടു നിന്നിട്ടുള്ള അല്ലെങ്കിൽ അവരെ കൂടെ തന്നെ അല്ല അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൂടെ സ്വന്തം മിറാഷ് പോലുള്ള വിമാനങ്ങൾ വിട്ടുകൊടുത്ത് ആക്രമണം നടത്തിയിട്ടുള്ള UAE ഇനി ഒരു ടാർഗറ്റ് പോയിന്റ് തന്നെയാണ്. അത് പലവട്ടമായിട്ട് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ UAE അങ്ങോട്ട് തകർന്നു പോകണം, അല്ലെങ്കിൽ അന്നം തരുന്ന രാജ്യമാണ് കേരളത്തിൻ്റെ ഒരു GDPയുടെ വലിയ ഭാഗം UAE നിന്ന് വരുന്നുണ്ട്. ഒക്കെ സത്യം തന്നെയാണ്. നമ്മൾ അവിടെ വർക്ക് ചെയ്ത് ജോലി ചെയ്ത് കുറേ ശമ്പളം മേടിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ അവിടേക്ക് ഒരു ആപത്ത് വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വീഡിയോയിലൂടെ പറയുക എന്നുള്ളത് എൻ്റെ ഒരു മര്യാദ പറയാന്നുള്ളൂ. നിങ്ങൾ ആ രാജ്യത്തുള്ള ആളുകൾക്ക് ഒരിക്കലും അതിന് തള്ളി പറയണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വരുന്ന ആപത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലാണ്ട് വന്ന് പൊട്ടി മൂട് പൊളിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളുടെ മൂട് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഒന്ന് ജാഗ്രത കാര്യങ്ങളൊക്കെ ഉണ്ടാവണത് നല്ലതാണ്. ഉണ്ടാവാണ്ടിരിക്കട്ടെ, യുദ്ധം ഇനി പോവാണ്ടിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പുറത്തൊരു അന്തരീക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഇത്രയും, അതായത് തോറ്റമ്പി നിന്ന സ്ഥലത്ത് നിന്ന് ഇസ്രായേലും അമേരിക്കയും കൂടെ 10-30 ദിവസം എടുത്ത് വീണ്ടും എല്ലാം റീഫില്ല് ചെയ്ത് ആക്രമിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് UAE അങ്ങോട്ട് കത്തി തീരട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞൊന്നുമില്ല. അപ്പം അവിടെയുള്ള പ്രവാസികൾ ജാഗ്രത ഉള്ളത് വളരെ നല്ലതായിരിക്കും. ഇനി മറ്റൊരു അപ്ഡേറ്റ് നിങ്ങളിത് കണ്ടു കാണുന്നല്ലേ, കുറേ ന്യൂസിലല്ല കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അതുപോലെ തന്നെ എലൻ മസ്ക് പോലത്തെ വലിയ വലിയ ബിസിനസ്സുകാരും അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിനിധികൾ ചൈന വിട്ടു പോകുന്ന സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള സകല പാരിതോഷികങ്ങളും മറ്റ് ID കാർഡുകളും ഡ്രസ്സും അതും ഇതും ആയിട്ടുള്ള സകല സാധനങ്ങളും അവിടെ ഡംപ് ചെയ്ത് പോയ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അതായത് അമേരിക്കക്കാർ എന്താണ് അവിടുന്ന് കൊണ്ടുവന്നത് അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു സാധനങ്ങളും അവർ തിരിച്ചു കൊണ്ടുപോയിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടുള്ള ഇത്ര വലിയ ഗിഫ്റ്റ് ആയിക്കോട്ടെ, പ്രസൻറ്റ് ആയിക്കോട്ടെ, അത് ഇപ്പം എന്താ പറയുക, ചൈനീസ് പ്രസിഡന്റ് ഡയറക്റ്റ് കൊടുത്ത ഗിഫ്റ്റ് പോലും അതേപോലെ വേസ്റ്റ് കൊട്ടയിൽ ഇട്ടിട്ടാണ് അമേരിക്കക്കാർ തിരിച്ചു പോയിട്ടുള്ളത്. അതിനുള്ള കാരണം പറയുന്നത് അത്രയേ ഉള്ളൂ. ഈ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പം നമ്മൾ പുറത്ത് കാണുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഞങ്ങൾ ഇനി ഫ്രണ്ട്സാണ്, നമ്മൾ നയതന്ത്രം കൂട്ടി ഉറപ്പിക്കുകയാണ്, ഉഭയകക്ഷി ചർച്ചകൾ നമ്മൾ വലിയ രീതിയിലോട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാണ്, നമ്മളിനി സെറ്റാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിൽ ഒരു 0.1% പോലും പരസ്പരം ട്രസ്റ്റ് ഇല്ല ഒരു നേതാക്കൾക്കും. പ്രത്യേകിച്ച് ഇത്തരം ലോകരാജ്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയൊക്കെ എന്ന് പറഞ്ഞാൽ സൗഹൃദം എല്ലാവരുമായിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അവിടുന്ന് ആരെങ്കിലും ഇവിടെ വന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും നമ്മൾ ഈ സ്പൈ വർക്കിൽ നമ്മൾ ചെയ്യാറില്ല. ഇല്ല എന്നല്ല, പക്ഷേ നമ്മൾ ഒരു എത്തിക്സ് വിട്ടിട്ടുള്ള സ്പൈ വർക്കും കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല. പക്ഷേ ചൈന, അമേരിക്ക, റഷ്യ, ഇസ്രായേൽ ഇങ്ങനത്തെ രാജ്യങ്ങൾ പരസ്പരം മീറ്റിങ്ങുകളും കാര്യങ്ങളും വരുന്ന സമയത്ത് അവർ എന്താ പറയുക, കുടിച്ച വെള്ളത്തിൽ പോലും ചിപ്പ് വെച്ചിട്ട് വെക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ പേടി ഉള്ളതുകൊണ്ട് തന്നെ പരസ്പരം ട്രസ്റ്റ് 0% ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഇനി ഈ പറഞ്ഞ പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രസൻറ്റിലൊക്കെ എന്തെങ്കിലും സാധനം വെച്ച് ഞങ്ങളെ ഹൈജാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളെ ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് സ്പൈ വർക്ക് ചെയ്യും എന്നുള്ള പേടിയുള്ളതുകൊണ്ട് തന്നെയാണ് സകല സാധനങ്ങൾ അവിടെ ഇട്ടാൽ പോയത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അമേരിക്കയിൽ നിന്ന് അവർ വരുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഫോണും ലാപ്ടോപ്പും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വൈറസ് കയറ്റി വിട്ടൂടെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. പേഴ്സണൽ ഫോൺസ് അടക്കം അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം കംപ്ലീറ്റ് സാധനങ്ങൾ അമേരിക്കയിൽ വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ചില വളരെ ചുരുക്കം ഇലക്ട്രോണിക് ഡിവൈസ് മാത്രമേ ഈ സംഘം അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തന്നെ ഉള്ളൂ. അതുപോലെ അവർ തിരിച്ചു എടുത്തിട്ടുണ്ട്. അതല്ലാത്ത എല്ലാ സാധനങ്ങളും അവിടെ ഉപയോഗിച്ചിട്ടാണ് ചൈന പോയിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ട് പുടിൻ
ഏതെങ്കിലുമൊക്കെ ഒരു രാജ്യത്ത് വരുമ്പോൾ പുട്ടിൻ്റെ എന്താ അപ്പി വരെ കോരി ഇവർ തിരിച്ച് വിമാനത്തിൽ കൊണ്ടുപോകുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതെ അതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ഫോട്ടോ എടുക്കലും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടും ഒന്നുമല്ല. ഇതിൻ്റെ അകത്തെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇനി ഇതേ സ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ദിവസവും എന്ന് പറഞ്ഞ പോലെ ഇറാൻ്റെ പ്രത്യേകിച്ച് ഇറാൻ്റെ ആണവോർജ പദ്ധതികൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അടുത്തായിട്ട് ഒരുപാട് എർത്ത് ക്വയ്ക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 4.5 മാഗ്നിറ്റ്യൂഡ്, 3.5 മാഗ്നിറ്റ്യൂഡ്, 5.5 മാഗ്നിറ്റ്യൂഡിലൊക്കെ ഒരുപാട് എർത്ത് ക്വയ്ക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇറാൻ പറഞ്ഞത് ഞങ്ങൾ 60% ഞങ്ങൾ 90 ആക്കും, ഞങ്ങൾ വെപ്പൺസ് ഉണ്ടാക്കും, ഇനി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട എന്ന് വ്യക്തമാക്കി ഇറാൻ പറഞ്ഞിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ യുദ്ധം തുടങ്ങിയ ആ സമയം മുതലേ ഈ എർത്ത് ക്വയ്ക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇറാൻ്റെ പരീക്ഷണമാണോ അല്ലെങ്കിൽ ഇറാൻ അവരുടെ 90%-ലോട്ടുള്ള അവരുടെ റേറ്റ് കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനി മാധ്യമങ്ങളും വേൾഡ് മാധ്യമങ്ങളൊക്കെ ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നുള്ളൊരു മുന്നറിയിപ്പ് പോലെ. ഇതൊക്കെയാണ് ഇപ്പം യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളായിട്ട് ഇപ്പം പുതുതായിട്ടുള്ള അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. ഇനി കൂടുതൽ എന്താണെന്നുള്ളത് നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.